ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആറ്റുകാൽ പൊങ്കാല. ടൈം ഇപ്പം രാവിലെ 2:03. അപ്പം ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാമെന്ന് വെച്ചാൽ പോയിട്ടൊക്കെ വന്നപ്പോൾ നല്ല ലേറ്റായി. അപ്പം എണീറ്റ് അമ്മയുടെ അനിയത്തിയുടെ മോൾക്ക് താലപ്പൊലിയാണ്. സോ അതിന് വേണ്ടി പോകണം. അപ്പം അതിന് വേണ്ടി ഇനി കുളിച്ച് റെഡി ആയിട്ട് പോകാം. രാവിലെയാണ് താലപ്പൊലി. അപ്പം അതിന് വേണ്ടി കുളിച്ച് റെഡി ആയിട്ട് പോകണം. അപ്പം ആറ്റുകാലിലാണ്. അപ്പം എത്ര മണിക്ക് വരും എന്ന് ഒരു പിടുത്തമില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ പറ്റാവുന്നത്ര ശ്രമിക്കാം. സോ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. അങ്ങനെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ. അമ്മ റെഡിയായി. അമ്മ ഇപ്പം കഥവൊക്കെ ഒന്ന് പൂട്ടാൻ വേണ്ടി താക്കോലൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങും. ഇപ്പം മോർണിംഗ് ആയതുകൊണ്ട് സിമ്പിളായിട്ട്. അപ്പം നമ്മൾ എവിടെ പോകണം അമ്മ? അമ്പലത്തിൽ പോകണം. താലപ്പൊലിക്ക്. ആറ്റുകാൽ അമ്പലത്തിൽ. നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പോവുകയാണ്. ഇപ്പോഴും റോഡ് ഫുള്ള് ലൈറ്റാണ്. നിങ്ങൾക്ക് കാണുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും. ഇവിടെ സ്ഥലമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് പൊങ്കാല ഇടാൻ. താണ്ട് ലൈറ്റൊക്കെ ഫുള്ളും. അപ്പോൾ ഇതാണ് നമ്മുടെ താലപ്പൊലിക്കുട്ടി. അപ്പോൾ ഇവളുടെ പേര് വന്നത് ദുർഗ എന്നാണ്. അമ്മയുടെ വീട്ടിൽ പോയതിന് ശേഷമാണ് ആറ്റുകാലിൽ പോയത്. അത് എന്തോ ഒരു റൂട്ട് എങ്ങനെയൊക്കെ വെച്ചാണ് പോയത്. പക്ഷേ അങ്ങോട്ട് പോകുമ്പം ഒട്ടും ബോറടിച്ചില്ല. പെട്ടെന്ന് നിന്ന് എത്തുകയും ചെയ്തു. അങ്ങോട്ട് പോയപ്പോഴാണ് തിരക്ക് സ്റ്റാർട്ട് ചെയ്തത്. കുറേ നേരം ക്യൂലൊക്കെ നിന്ന് കയറി അവിടുത്തെ സ്ഥലത്തിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് ചുമ്മാ അങ്ങനെ കറങ്ങി നടന്നു. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 5:50. അപ്പം ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങിയാലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ ഉറങ്ങിയിട്ട് ഒരു 8 മണിയാകുമ്പോഴേ ഞാൻ എണീക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങിയില്ലേ എനിക്ക് ശരിയാവില്ല. ഞാൻ ചിരിക്കും. അപ്പം ഇനി ഒന്ന് ഉറങ്ങിയിട്ട് എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല. കണ്ണും അടഞ്ഞിട്ട് പോലും ഇല്ല. പകലും ഉറങ്ങിയില്ല, രാത്രി ഉറങ്ങിയില്ല. അപ്പം 2 മണിക്കൂറെങ്കിൽ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഉറങ്ങിയാലേ എനിക്ക് ആറ്റുകാൽ പൊങ്കാലിടാൻ പറ്റുള്ളൂ. അപ്പം ഉറങ്ങണം. പക്ഷെ അമ്മ കസിനെ കൊണ്ടാക്കാൻ പോയിരിക്കണം. സോ വീണ്ടും താക്കോൽ അമ്മയുടെ കയ്യിലിടണം. അതുകൊണ്ട് ഇപ്പം ഞാൻ പുറത്താണ് ഇരിക്കണം. പിന്നെ പുറത്തിരുന്ന് നമുക്ക് ശീലമുണ്ട്. വിചാരിച്ചതുപോലെ തന്നെ ഉറങ്ങി ഇപ്പം ഇങ്ങനെ എണീറ്റിരിക്കണം. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ആവണം. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇതെൻ്റെ ഔട്ട്ഫിറ്റ്, ഇത് അവളുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് അമ്പലം വരെ ഒന്ന് പോയിട്ട് വരണം എന്നുണ്ട്. പോകുമെന്ന് അറിഞ്ഞൂടെ, എന്നാൽ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഞാനും അവളും വീണ്ടും അടുത്തുള്ളൊരു അമ്പലത്തിൽ പോയി. കൃഷ്ണൻകോവിലാണ്. അപ്പം പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. കത്തിക്കാൻ സമയമായി. നമ്മൾ കത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാല ഞാനും ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അമ്മ ഇങ്ങനെ ഇടും. ഓരോ 3 അടുപ്പും അമ്മ മാത്രമായിരിക്കും നോക്കുന്നത്. ചില സമയത്ത് അമ്മൂമ്മ പായസമൊക്കെ വയ്ക്കും. അമ്മൂമ്മ ചിലപ്പോൾ പായസമൊക്കെ വയ്ക്കും. പിന്നെ വെള്ളച്ചോറും കോഴിക്കട്ടയൊക്കെ അമ്മ നോക്കും. അമ്മൂമ്മ പായസം വയ്ക്കും. പക്ഷെ ഇപ്പം ഈ പ്രാവശ്യം ഞാൻ ഇടുന്നതുകൊണ്ട് അമ്മൂമ്മ പറഞ്ഞു ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ പറയുന്ന അനുസരിച്ച് ഞാൻ ഇങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ട് നല്ല ശ്രദ്ധിച്ചിടണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ട് അമ്മ പൊങ്കാല ഇടുമ്പോൾ ഞാൻ നോക്കി നിൽക്കും. അതിനിട്ട് പൊങ്കാലിന് ഇട്ടതിനൊക്കെ ശേഷം അമ്മ ഇങ്ങനെ സ്കൂട്ടറിൽ അല്ലെങ്കിൽ കൈ പിടിച്ചിങ്ങനെ ഈ സ്കൂട്ടറിലൊക്കെ കൊണ്ടുപോകും. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഫുൾ ടൈം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടുന്നതുകൊണ്ട് ഇതെനിക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റായിരുന്നു. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തു തരണ എൻ്റെ ഫ്രണ്ടാണ് നവതി. അപ്പം എന്നും പറഞ്ഞ് പോയില്ലെന്നല്ല, ഇട്ടതിന് ശേഷം അടച്ചൊക്കെ വച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നു. സമാധാന ചിന്താമ ഇപ്പോൾ പൊങ്കാലിട്ടിട്ട് ഞാനും അവളും കൂടെ ഫുഡ് വാങ്ങിക്കാൻ പോവേണ്ടി പോവേണം.
നവതിയേ അവരൊന്നും കഴിച്ചില്ല. അപ്പം ഇപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള കാര്യം ഓർമ്മിച്ചത്. നല്ല വെജ് ബിരിയാണിയും സാലഡ് അച്ചാർ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞങ്ങളിങ്ങനെ ചുമ്മാ കളിയും ചിരിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ തളിക്കേണ്ട സമയം. പോറ്റി വന്ന് തളിച്ചതിന് ശേഷം അവൾക്ക് എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ കടന്നുറങ്ങി. അതിന് ശേഷം ഞങ്ങൾ എണീറ്റതിന് ശേഷം അവളെ വീട്ടിൽ കൊണ്ടാക്കി. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിപ്പം ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ 2025 ആറ്റുകാൽ പൊങ്കാല കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.